ഹേ അമീഗോസ്, നമ്മൾ ഇന്ന് പോകുന്നത് കോയമ്പത്തൂരിൽ നിന്ന് ബീഫും പൊറോട്ടയും ട്രൈ ചെയ്യാനാണ്. ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ ഇരിക്കുമ്പോൾ പൊറോട്ടയും ബീഫിന്റെ റീൽ കണ്ടതാ. പിന്നെ ഒന്നും നോക്കില്ല, ഞാനും എന്റെ ചങ്കും ബൈക്ക് എടുത്ത് അങ്ങോട്ട് ഇറങ്ങി. എവിടുന്നേലും പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് തന്നെ ബൈക്കാരുള്ളൂ. പിന്നെ ഒരു കാര്യം, ഇവിടെ അത്യാവശ്യത്തിന് കടയിൽ ഇറങ്ങിയാലും ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയാലും ബ്ലോക്ക് അത് നിർബന്ധ. അങ്ങനെ ബ്ലോക്ക് ഒന്ന് കഴിച്ചില്ലായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പഹൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഇട്ടത് ഭാഗ്യം. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ എല്ലാ നോൺ വെജ് റെസ്റ്റോറന്റിലും ബീഫ് കിട്ടില്ല. അപ്പൊ നമ്മൾ മെനക്കെട്ട് അവിടെ ഉള്ളിടത്ത് പോകേണ്ടി വരും. അങ്ങനെ അവസാനം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിരിക്കുന്നു ഗൈസ്. ഇവിടുത്തെ മെയിൻ ഐറ്റം കബാബാണ്. പക്ഷെ നമ്മൾ കഴിക്കാൻ പോണ ഐറ്റം ഇടതൊക്കെ തലമാറ്റ ഇപ്പൊ ഓക്കെ. ഇതാണ് നമ്മൾ കഴിക്കാൻ പോണ ഐറ്റം, ബീഫ് തവാ കറി. മെനു നോക്കുകയാണെങ്കിൽ അത്ര വലിയൊരു കോസ്റ്റ്ലി അല്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ 2 റുമാലി റൊട്ടിയും ബീഫ് തവാ കറിയാണ് കോമ്പോ. പൊറോട്ട നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കും, അത് നമുക്ക് വാങ്ങിക്കാം. ആദ്യം നമ്മൾ റുമാലി റൊട്ടിയുടെ ഒരു പീസ് എടുത്ത് അതിലൊരു ബീഫ് പൊതിഞ്ഞെടുത്ത് പിന്നെ കുറച്ച് മയണൈസ്, കുറച്ച് ഗ്രീൻ ചട്നി. അന്തസ്. അപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത ഐറ്റം പൊറോട്ട കൂടി വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ നൂൽ പൊറോട്ട അല്ല, പക്ഷെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ടയാണ്. ഇനി റുമാലി റൊട്ടി അല്ല, കുബൂസ് അല്ല, വേറെ എന്തൊക്കെ വന്നാലും പൊറോട്ടയും ബീഫും തമ്മിലുള്ള ഒരു ആത്മബന്ധം വിട്ടിട്ട് നമ്മ മല്ലൂസിന് വേറൊരു കളിയില്ല. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നൈസായിട്ട് കുടിക്കാന്ന് വെച്ചപ്പോഴാണ് ചങ്ക് പറഞ്ഞത് അവിടെ നിന്ന് ഓർഡർ ചെയ്യണ്ട, അവൻ അറിയുന്ന സ്പോട്ട് ഉണ്ട്, അവിടെ പോയി ഒരു ഷേക്ക് കുടിക്കാൻ. ആദ്യം തന്നെ ഞാൻ ഞാവൽപ്പഴത്തിന്റെ ഷേക്ക് എടുത്തു. 25 രൂപയുള്ളൂ, പക്ഷെ അടിപൊളി ഷേക്ക്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഗ്രീൻ ആപ്പിളിന്റെ ഷേക്ക് എടുത്തു. ഇതൊന്നും പറയാനില്ല, ഇത് വേറെ ലെവൽ ഐറ്റം. അങ്ങനെ ചെറിയൊരു ലഘു ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് തിരിക്കുകയാണ് ഗൈസ്. അപ്പോ അഡിയോസ് അമീഗോസ്.